ഗൈസ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണ് ഈസ്റ്റ് ബംഗാൾ മാദി തലാൽ എന്ന് പറഞ്ഞ പഞ്ചാബ് എഫ് സിയുടെ താരമായിട്ടൊരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്ത വിവരവും കാര്യങ്ങളൊക്കെ. ഏതായാലും ഇന്നത്തേക്ക് വരുന്നൊരു സമയത്ത് അതൊരു 2 ഇയർ കോൺട്രാക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഖേലിനൊക്കെ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ തന്നെ അവരുടെ അടുത്ത സീസണിലേക്കുള്ള പദ്ധതികൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ചില ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെ അവർ നെഗോസിയേഷൻസൊക്കെ ഇപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വേണം നമുക്ക് പറയാനായിട്ട്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ KBFC ഫാൻസിൻ്റെയും ഒരു ഫേവറേറ്റ് താരമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം സോഹൻ ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ട്വിറ്റർ ഹാൻഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അദ്ദേഹം അങ്ങനെ റെഗുലറായിട്ട് ഇപ്പോൾ മാർക്കസ് ഇടുന്ന പോലെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊക്കെ ഇടുന്ന പോലെ ഇടുന്ന ആളല്ല. പക്ഷേ പുള്ളിക്കാരൻ ഈസ്റ്റ് ബംഗാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ ലീഗ് കമൻറ്റേറ്റർ, ഡ്യൂറൻ കപ്പ് കമൻറ്റേറ്ററൊക്കെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പരിചയമുണ്ട്. ഇപ്പം പുള്ളി ഈസ്റ്റ് ബംഗാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതായിട്ട് വരാറുണ്ട്. ഇപ്പം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KBFCയുടെ ദിമിത്രിയസ് ഡാമൻഡക്കോസ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ദിമി, ഈ ഒരു താരത്തിനായിട്ട് ഈസ്റ്റ് ബംഗാൾ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം ആദി തലാലിനെ എത്തിച്ചു, അതിന് പുറമെ ഒരു സ്ട്രൈക്കറെ കൂടി എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമങ്ങൾ എന്നുള്ള നിലയ്ക്കാണുള്ളത്. രണ്ടാമത്തെ മറ്റു ഓഫറും കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ദിമിയെ പറ്റി പറയുന്നൊരു സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ KBFCയിൽ നിന്ന് ചിലപ്പോൾ ഈ സീസണിൽ പോകാനുള്ള സാധ്യതകളുണ്ട്, അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് മടങ്ങും എന്നുള്ളത്. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ദിമി ഇപ്പോൾ ഗ്രീസിലോട്ട് പോയാൽ അദ്ദേഹത്തിന് താല്പര്യമെങ്കിൽ അത് ഓക്കെ. പക്ഷേ ഒരു ISL ക്ലബ്ബിൽ അടുത്ത സീസണിലാണ് കളിക്കുന്നതെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമാണ് എന്നുള്ളത്. എന്നാലിപ്പോൾ ഈ ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നത്. എന്നാൽ ഈസ്റ്റ് ബംഗാൾ മാത്രമല്ല മറ്റു ചില ക്ലബ്ബുകളും ഇദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള ക്ലബ്ബില്ല എന്നുള്ളതൊക്കെയാണ് വാർത്ത. എങ്കിലും ഈസ്റ്റ് ബംഗാളൊക്കെ ഉണ്ട്. പക്ഷേ KBFC ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ നടത്താനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു രീതിയിലേക്കൊക്കെ പോയേക്കാമെന്നുള്ളത്. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇത്രയും ക്ലബ്ബുകളൊക്കെ ഒരു രംഗത്തുള്ളൊരു സാഹചര്യത്തിൽ ഏത് തരത്തിലേക്കൊക്കെ ആയിരിക്കും ആ ഒരു തീരുമാനങ്ങളൊക്കെ പോയാലും ദിമി ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. പിന്നെ ഈ സോഹൻ്റെ തന്നെ ഒരു ട്വീറ്റ് പ്രകാരം ദിമിയെ കിട്ടിയില്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ മറ്റൊരു ഓപ്ഷനായിട്ട് വരുന്നത് ഡയാസ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഡയാസ് KBFCയിൽ നന്നായിട്ട് കളിച്ച പ്ലെയറാണ്. ഇപ്പോൾ മുംബൈ സിറ്റി FC നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ക്വാളിറ്റി ഉള്ളൊരു താരമാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നെഗോസിയേഷൻസ് നടത്തും. ഇപ്പോൾ രാഹുൽ ബേക്കി എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈ സിറ്റി FC താരം, CBI RB ആയിട്ടൊക്കെ കളിക്കുന്ന താരമാണ്, നാഷണൽ ടീമിലുള്ള താരമാണ്, മുൻ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ്. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജിതേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞിട്ട് അറിയാം, ജംഷഡ്പൂർ FC താരമാണ്, മിഡ്ഫീൽഡർ ആൻഡ് ഡിഫൻഡർ എന്ന നിലയിലൊക്കെ കളിക്കുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള താരമാണ്. അദ്ദേഹവുമായിട്ടും ഈ പറഞ്ഞ ചർച്ചകൾ നടന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവിഡ് എന്ന് പറയുന്ന താരമുണ്ടല്ലോ, മുഹമ്മദൻ കളിക്കുന്ന പ്ലെയർ. അപ്പം ഇന്ത്യൻ സെക്കൻഡ് ടോപ്പ് സ്കോറർ മറ്റാണ് ഐ ലീഗിൽ, അതുപോലെ ഡുറൻ കപ്പിലെ ഒരു ഗോൾഡൻ ബൂട്ടൊക്കെ വരെ വിൻ ചെയ്തുള്ള പ്ലെയറാണ്. അപ്പം ഈ ഒരു താരമായിട്ടും ആദി തലാലിൻ്റെ എന്ന പോലെ ഒരു പ്രീ കോൺട്രാക്ട് ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തു എന്നുള്ളതാണ്. സോ അടുത്ത സീസണിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്കറിയാം ഈസ്റ്റ് ബംഗാൾ ഈ സീസണിൽ ഒരു ഡൗൺ തന്നെയാണ്. ചിലപ്പോൾ ടോപ്പ് 6 വരാനുള്ള സാധ്യതകൾ തന്നെ വളരെ കുറവാണെന്നല്ല, വേറെ ഫൈറ്റ് ചെയ്യുന്ന ടീമുകളുണ്ട്. പക്ഷേ അവർക്ക് ഇത്തവണ സൂപ്പർ കപ്പ് വിൻ ചെയ്യാൻ സാധിച്ചുകൊണ്ട് തന്നെ AFC സ്ലോട്ട് ലഭിച്ചിട്ടുണ്ട്. സോ അവർ അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ AFC ടൂർണമെൻറ്റ്സിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ദിമി ഈ ഒരു ചർച്ചയിൽ ഇടം പിടിക്കുന്നത് കൊണ്ട് തന്നെ ദിമിയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനമെടുക്കും. ഈസ്റ്റ് ബംഗാൾ കൊടുക്കുന്നതിനപ്പുറമുള്ളൊരു ഓഫർ കൊടുത്ത് ദിമിയെ നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം അതിന് വേർത്താണ്. കാരണം നിലവിൽ ISL വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കർ തന്നെയാണ് ദിമിത്രിയസ് ഡാമൻഡക്കോസ്. നമുക്ക് എത്രത്തോളം അസറ്റാണുള്ള പ്ലെയർ. ഈവൻ നമ്മൾ കഴിഞ്ഞൊരു മോഹൻ ബഗാൻ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട്, അതല്ലാത്ത മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് നേടിയിട്ടുള്ള ഗോളുകൾ നമ്മൾ കണ്ടതാണ്. സോ നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് നോവ എന്ന് പറയുന്ന വളരെയധികം സാധ്യതകളിലേക്ക് എത്തുന്നു. അതിനോടൊപ്പം തന്നെ ലൂണ ഉണ്ടാകും. ദിമിയും കൂടി ഉണ്ടെങ്കിൽ അതൊരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയായിരിക്കും. നമ്മൾ ഇവാൻ്റെ ആദ്യത്തെ സീസണിൽ ഡയാസ്, അൽവാറോ, ലൂണ എന്ന് കണ്ടതുപോലെ തന്നെ അതേപോലത്തെ ഒരു മികച്ചൊരു കോംബോ, ഒരു ട്രയോ നമുക്ക് കിട്ടാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. സോ അതൊക്കെ സംഭവിക്കട്ടെ. ദിമിയുടെ ഒരു എക്സ്റ്റൻഷൻ വാർത്ത തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈഡിൽ നിന്ന് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ക്ലബിലേക്കും പോകരുതെന്നാണ് KBFC ഫാൻ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസിറ്റ് കാണിക്കും. ഞാൻ നിഷാൻ സന്യ.